വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 വടക്കാഞ്ചേരി നഗരസഭയുടെ ഭിന്നശേഷി ദിനാചരണം അത്താണി പോപ്പ് പോൾ മെഴ്സി ഹോമിൽ ആചരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സ്വർഗതുല്യമായ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മറുപടി. ഇവിടെ നമുക്കൊക്കെ തന്നെ തരുന്ന സ്നേഹവും നമുക്കൊക്കെ തരുന്ന ആഹാരവും നമ്മളൊക്കെ തന്നെ നോക്കുന്ന ആ പരിചരണവും എല്ലാവരും നമ്മളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് കാണുന്നത്. അപ്പൊ ആ പരിഗണന, ആ പരിലാളനം ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങാനും നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും ഉള്ള അവസരങ്ങൾ ശിങ്കാരിമേളം വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ട്. എങ്ങനെ അവര് കേരളത്തിൽ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ശിങ്കാരിമേളം കിട്ടിയ ആളുകളുണ്ടോ? അവര് ഇപ്പോ സംസ്ഥാന തലത്തിലുള്ള ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി അവർ പോവുക. 11:30 തൃശ്ശൂര് ബിന്ദു ടീച്ചറെ സ്വീകരിക്കാൻ വേണ്ടി അവർ അവിടേക്ക് പോവുക. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി. കയ്യും മെയ്യും മറന്ന് ആട്ടവും പാട്ടുമായി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ കാണികളിലും ആവേശം നിറച്ചു. പോപ്പ് പോൾ മെഴ്സി ഹോം അന്തേവാസിയും ഗ്രാംപി പുസ്തക രചയിതാവുമായ ജോണിയുടെ സാന്നിധ്യം കലോത്സവ വേദിയിലും ശ്രദ്ധേയമായി. ശാരീരിക മാനസിക വൈകല്യത്തെ അതിജീവിച്ച് സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ 38-കാരനായ ജോണിയുടെ സാന്നിധ്യം കുട്ടികൾക്ക് ഏറെ പ്രചോദനമായി. സെറിബ്രൽ പാൾസി രോഗത്തെ മറന്ന് തന്റെ ആശയങ്ങൾ ഗ്രാംപി എന്ന പുസ്തകമാക്കാൻ ജോണിക്ക് കഴിഞ്ഞതും ഈ ആത്മവിശ്വാസം കൊണ്ടാണ്. നഗരസഭാ പരിധിയിലെ 26ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി. പോപ്പ് പോൾ മെഴ്സി ഹോം അങ്കണത്തിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷയായി. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന ശശി, ജമീല ബി ടീച്ചർ, കൌൺസിലർമാരായ മധു അമ്പലപുരം, KA വിജേഷ്, ധന്യ നിധിൻ, സരിത ദീപൻ, KK ശൈലജ, ജിൻസി ജോയ്സൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മാന വിതരണം നഗരസഭാ സെക്രട്ടറി KK മനോജ് നിർവഹിച്ചു. പോപ്പ് പോൾ മെഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സീജൻ ചക്കാലിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി തയ്യാറാക്കിയ സെൽഫി കോർണറും പരിപാടിയുടെ ആകർഷണമായി. VCV ന്യൂസ് അത്താണി.